ഇറാൻ എന്നുള്ള രാജ്യത്തെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അടുത്ത കാലത്ത് ലോകത്ത് തന്നെ ഏറ്റവും ചർച്ചയായിരിക്കുന്ന പേരാണ് ഇറാൻ എന്നുള്ളത്. ഇറാൻ എന്നുള്ള രാജ്യവും ആ രാജ്യത്തിൻ്റെ സൃഷ്ടിപ്പും അതിൻ്റെ ഭാവിയും വർത്തമാനവുമെല്ലാമാണ് ഈ പരമ്പരയിൽ ചർച്ചയാകാൻ ഉദ്ദേശിക്കുന്നത്. ഇറാനെക്കുറിച്ചും ഇറാൻ എന്നുള്ളവയെക്കുറിച്ചും വലിയ വലിയ കള്ളങ്ങളും വ്യാജ വാർത്തകളും പരന്നൊഴുകുന്ന ഒരു കാലഘട്ടമാണിത്. മുഖ്യമായ സമൂഹ മാധ്യമങ്ങളിലുടനീളം ഈ പ്രചരണങ്ങൾ തുടരുന്നുണ്ട്. അമ്പരിപ്പിക്കുന്നതാണ് തീവ്ര വലതുപക്ഷത്തിൻ്റെ നുണപ്രചരണത്തിന് കിട്ടുന്ന സ്വീകാര്യത. ഇത്തരമൊരു ഘട്ടത്തിൽ ഇറാൻ സീരീസ് എന്നുള്ള രീതിയിലാണ് ഈ പരമ്പര ആരംഭിക്കുന്നത്. വസ്തുതകൾ തിരിച്ചറിയാനും ഇപ്പോഴുള്ള ആക്രമണത്തിൻ്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാവാനും താൽപ്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് ഈ പരമ്പര ഉപകരിച്ചേക്കാം. ആര്യന്മാരുടെ നാട് എന്ന് അർത്ഥം വരുന്ന ഇറാൻ എന്ന പേര് പേർഷ്യൻ പദമായ ഇറാനിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. ഇത് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് 3-ാം നൂറ്റാണ്ടിലെ പൗരാണിക പുരാവസ്തു മേഖലയിലെ നക്ഷാറോസ്തമിലെ ലിഖിതത്തിലാണ്. പാർദിയൻ ലിഖിതത്തോടൊപ്പമാണ് ഇറാനികളെ പരാമർശിച്ച് ആര്യൻ എന്നെഴുതിയത്. ആര്യന്മാരുടെ നാട് എന്ന അർത്ഥമാണ് ഇറാൻ എന്ന വാക്കിനുള്ളത്. ഇറാനിയൻ ഐതിഹ്യമനുസരിച്ച് ഐതിഹാസിക രാജാവായ ഇരാജിൽ നിന്നാണ് ഈ പേര് വന്നത്. പിന്നീട് നാസി പ്രത്യയശാസ്ത്രം തെറ്റായ ആശയത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഈ പദം വളച്ചൊടിക്കുകയും വംശീയ മേധാവിത്വത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ദുരുപയോഗം ചെയ്യുകയും ചെയ്തു. ആര്യന്മാർ ഒരു ഉയർന്ന വംശീയ വിഭാഗമാണെന്ന് അവർ തെറ്റായി അവകാശപ്പെട്ടു. പലപ്പോഴും ഇതിനെ നോർഡിക് അല്ലെങ്കിൽ ജർമ്മനിക് ജനതയുമായി ബന്ധപ്പെടുത്തി. യഥാർത്ഥത്തിൽ ആര്യൻ എന്നത് പുരാതന ഇന്തോ ഇറാനിയൻ ജനതയുടെയും അവരുടെ ഭാഷകളെയും സംസ്കാരത്തെയും പരാമർശിക്കാൻ പണ്ഡിതന്മാർ ഉപയോഗിച്ചിരുന്ന പദമായിരുന്നു. വംശീയ ശ്രേണിയെക്കുറിച്ചോ ശ്രേഷ്ഠതയെക്കുറിച്ചോ ഉള്ള ആശയങ്ങളുമായി അതിന് അന്തർലീനമായ ബന്ധമില്ലായിരുന്നു. രാജ്യത്തെയും അതിലെ ജനതകളെയും പരാമർശിക്കാൻ നൂറ്റാണ്ടുകളോളം ഇത് ആഭ്യന്തരമായി ഉപയോഗിച്ചു പോന്നു. 1935 രാജ്യത്തെ മാതൃനാമവും പൈതൃകവും കൂടുതൽ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നതിന് പേർഷ്യ എന്നതിന് പകരം ഇറാൻ എന്ന് ഉപയോഗിക്കണമെന്ന് ഇറാനിയൻ സർക്കാർ അന്താരാഷ്ട്ര സമൂഹത്തോട് ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചു. ആധുനിക കാലത്ത് രാഷ്ട്രത്തിൻ്റെ ഔദ്യോഗിക നാമമായി ഇതിനെ സ്വീകരിച്ചു. ചുരുക്കത്തിൽ ഇറാൻ എന്ന പേര് ആര്യൻ ജനതയുമായി ബന്ധപ്പെട്ട രാജ്യത്തിൻ്റെ പുരാതന സ്വത്വത്തിൽ വേരൂന്നിയതാണ്. അത് ബഹുസ്വര സംസ്കാരങ്ങളുടെ വിശാല ഭൂമികയെയും പ്രതിനിധാനം ചെയ്യുന്നു. പൗരാണിക പേർഷ്യ അഥവാ ഇന്നത്തെ ഇറാൻ ലോകത്തിലെ 18ാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ്. 1.65 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഇറാൻ ഏഷ്യയിൽ വലുപ്പത്തിൽ 6-ാം സ്ഥാനത്താണ്. ഈ മധ്യേഷ്യൻ ദേശരാഷ്ട്രത്തിൽ 9 കോടിയോളം ജനങ്ങൾ അധിവസിക്കുന്നതായാണ് കണക്കാക്കപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നാഗരികതകളിലൊന്നാണ് ഇറാൻ്റേത്. BC 4-ാം നൂറ്റാണ്ട് മുതലുള്ള എലിമൈറ്റ്സ് എന്നറിയപ്പെടുന്ന ഏറ്റവും പഴക്കം ചെന്ന രാജവംശം. പിന്നീട് പല കാലങ്ങളായി പല സാമ്രാജ്യങ്ങൾ ഉയർന്നു വന്നു. ഡെയ്സ് സാമ്രാജ്യം, തുടർന്ന് അലക്സാണ്ടറുടെ സാമ്രാജ്യം, റൈസസ് ദ ഗ്രേറ്റ് ആധിപത്യത്തിൻ്റെ അക്കാഡമെനിസ്റ്റ് സാമ്രാജ്യം, ഹെല്ലമെനിസ്റ്റ് സാമ്രാജ്യം, പാർദിയൻ സാമ്രാജ്യം, സനാഡിഡ് സാമ്രാജ്യം, ഏറ്റവും ഒടുവിൽ AD 7-ാം നൂറ്റാണ്ട് മുതൽ അറബ് മുസ്ലിങ്ങളുടെ കീഴിൽ. തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ സെൽജൂക്കും മംഗോളിയരും ഈ പ്രദേശം കീഴടക്കുന്നതിന് മുമ്പ് പ്രാദേശിക ഇറാനിയൻ മുസ്ലിം രാജവംശങ്ങളുടെ ഒരു പരമ്പര ഉയർന്നു വന്നു. ഇസ്ലാമിക നാഗരികതയുടെ സുപ്രധാന കേന്ദ്രമായി ഇത് മാറി. ഇന്ന് ലോകത്തിലെ ഏറ്റവും സുപ്രധാനമായ മുസ്ലിം കേന്ദ്രങ്ങളിലൊന്നാണിത്. പശ്ചിമ പൂർവേഷ്യയിലെ ഷിയ മുസ്ലിങ്ങളുടെ കേന്ദ്രം കൂടിയാണ്
ഇന്ന് ഇറാൻ എന്നുള്ള രാജ്യം. AD 7-ാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ നിന്ന് ഇറാനിലേക്ക് ഇസ്ലാം കടന്നു വന്നത്. റാഷിദിയ ഖിലാഫത്ത് എന്നറിയപ്പെടുന്ന അറേബ്യയിലെ ഖലീഫമാരുടെ കാലത്തായിരുന്നു അത്. തുടർന്നുള്ള നിരവധി നൂറ്റാണ്ടുകളിൽ ഇറാനിയൻ സമൂഹം മുസ്ലിം ലോകവുമായി സംയോജിക്കപ്പെട്ട നിരവധി പ്രക്രിയകൾ നടന്നു. 7 മുതൽ 15 നൂറ്റാണ്ട് വരെയുള്ള കാലയളവിൽ ഇറാൻ ഇസ്ലാമിന് പല സംഭാവനകളും നൽകി. ശാസ്ത്രത്തിലും കലയിലും വാസ്തുവിദ്യയിലും സംസ്കാരത്തിലും എല്ലാം മുന്നിട്ടുനിന്ന ഈ കാലം ഇസ്ലാമിൻ്റെ സുവർണകാലം എന്നറിയപ്പെട്ടു. 18-ാം നൂറ്റാണ്ടിൽ അഫ്ഷാരിദ് രാജവംശത്തിൻ്റെ സ്ഥാപകനായ നാദിർ ഷായുടെ ഭരണത്തിന് കീഴിൽ ഇറാൻ ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യമായി മാറി. ഇറാന്റെ വടക്കുകിഴക്കൻ പ്രവിശ്യയായ ഖുറാസാനിൽ നിന്നുള്ള തുർക്കിക് ഒറിജിൻ ആയ അഷ്ഫാരിദ് ഗോത്രവിഭാഗമായിരുന്നു അവർ. 19-ാം നൂറ്റാണ്ടോടെ വൈദേശിക ശക്തിയായ റഷ്യൻ സാമ്രാജ്യവുമായിട്ടുള്ള സംഘട്ടനങ്ങളുടെ ഒരു പരമ്പരയിലൂടെയാണ് ഇറാന്റെ ശക്തിക്ഷയം ആരംഭിക്കുന്നത്. സാമ്രാജ്യം വികസിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ബ്രിട്ടനും ഫ്രാൻസും എല്ലാം ഇറാനിൽ കണ്ണുവെച്ച് രംഗത്തിറങ്ങിയതോടെ അതുവരെയുണ്ടായിരുന്ന ആഭ്യന്തര രാജവംശങ്ങളുടെ ശക്തമായ മേധാവിത്വം തകരാൻ തുടങ്ങി. 1795-1925 വരെയുള്ള ഖജർ ഭരണകാലഘട്ടത്തിലായിരുന്നു അതിനുള്ള കരുക്കൾ വിദേശ ശക്തികൾ നീക്കിയത്. അതിനവർ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ഇറാനിയൻ പ്രാദേശിക ഗ്രൂപ്പുകളുമായി കൈകോർത്തു. വടക്ക് റഷ്യക്കാരും തെക്ക് ബ്രിട്ടീഷുകാരും സ്വാധീനം ഉറപ്പിച്ചു. അവസാനം ശക്തനായ സഫാവിദ് ഭരണാധികാരി നാദിർ ഷാ 1747-ൽ നജഫ് ഗോത്രങ്ങളുമായി കലാപത്തിനിടെ വധിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഉദാരവൽക്കരണ നയങ്ങളായിരുന്നു അവരുടെ ശത്രുതയ്ക്ക് കാരണമായതെന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഖജർ ഗോത്രത്തിൻ്റെ തലവനായ ആഗാ മുഹമ്മദ് ഖാൻ ഇറാന്റെ ഭരണം നിയന്ത്രണം ഏറ്റെടുത്തു. 19-ാം നൂറ്റാണ്ടിലെ വിവിധ സമയങ്ങളിൽ ബാഹ്യശക്തികളായ റഷ്യക്കാരും ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഖജറുകളുമായി തന്ത്രപ്രധാനമായ ബന്ധം സ്ഥാപിച്ചു. ഭരണത്തിലെത്തിയ ഉടൻ ഖജറുകൾ ആദ്യ സഖ്യകക്ഷികളെ തിരയുന്നത് ചെയ്തത് റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിനിവേശം ചെറുക്കുന്നതിനും പരമ്പരാഗത എതിരാളികളായ ഒട്ടോമൻ തുർക്കികൾക്കെതിരെ പോരാടുന്നതിനും വേണ്ടിയായിരുന്നു അത്. ആദ്യം ഫ്രഞ്ചുകാരും പിന്നീട് ബ്രിട്ടീഷുകാരും ഖജറുകളുമായി സഖ്യമുണ്ടാക്കുകയും അവർക്ക് സൈനിക പരിശീലനവും യുദ്ധത്തിന് ആധുനിക ആയുധങ്ങൾ നൽകുകയും ചെയ്തു. താമസിയാതെ ഖജറുകൾ റഷ്യക്കാർ, യൂറോപ്യന്മാർ എന്നിവർക്കിടയിൽ മാറി മാറി വന്ന വൈദേശിക സഖ്യങ്ങളുടെ ഇരകളാക്കപ്പെട്ടു. ഉദാഹരണത്തിന് ഫ്രഞ്ച് ചക്രവർത്തിയായ നെപ്പോളിയനുമായുള്ള ഇറാന്റെ സഖ്യം 1807-ൽ ടിറ്റൽസിൽ വെച്ച് ഫ്രാൻസ് റഷ്യയുമായി സന്ധിയിലേർപ്പെട്ടതിനെ തുടർന്ന് റദ്ദാക്കപ്പെട്ടു. അങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ തന്ത്രപരമായ നീക്കം ഫലം കാണുന്നത്. നെപ്പോളിയന്റെ പരാജയത്തെ തുടർന്ന് ബ്രിട്ടീഷുകാരും റഷ്യക്കാരും അടുത്ത 100 വർഷത്തേക്ക് പേർഷ്യയിലെ രാഷ്ട്രീയ അധികാരത്തിനായി മത്സരിച്ചു. ഈ കാലയളവാണ് ആംഗ്ലോ റഷ്യൻ മത്സരം എന്നറിയപ്പെടുന്നത്. ദുർബലരും അഴിമതിക്കാരും ധൂർത്തനുമായിരുന്നു ഖജർ ഭരണാധികാരികൾ എന്ന് രേഖീയ ചരിത്രം സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ചും 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബ്രിട്ടീഷുകാരുമായുള്ള കരാറുകളിലൂടെ ഖജറുകൾ അക്ഷരാർത്ഥത്തിൽ രാജ്യത്തെ വിറ്റതായി ആരോപിക്കപ്പെട്ടു. ഈ കാലയളവ് ഇറാനു വേണ്ടി ബ്രിട്ടനും റഷ്യയും തമ്മിലുള്ള കിടമത്സരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. എന്നാൽ പലപ്പോഴും റഷ്യക്കാരും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള സഹകരണം ഉണ്ടായിരുന്നു. റഷ്യക്കാളാണെങ്കിലും അവരവരുടെ കോളനികളിലെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിനായി ഇരുകൂട്ടരും പരസ്പരം ജാഗ്രതയോടെ നിലകൊണ്ടു. യുദ്ധത്തെക്കാൾ അവർ പരസ്പരം സഹകരണത്തിലായിരുന്നു. കോളനിവൽക്കരണപ്പെട്ടതിൻ്റെ അപമാനം ഒഴിവാക്കാൻ ഈ രണ്ടു സാമ്രാജ്യങ്ങൾക്കിടയിലായി ഒരു ബഫർ സോണായി ഇറാൻ നിലകൊണ്ടു. സംഘടനത്തിൻ്റെയും പ്രകോപനത്തിൻ്റെയും കാലഘട്ടങ്ങൾക്കായിരിക്കെ തന്നെ
റഷ്യക്കാരും ബ്രിട്ടീഷുകാരും അവരുടെ അധികാരം വർദ്ധിപ്പിക്കുന്നതിനായി പരസ്പരം സഹകാരികളായി നിലകൊണ്ടു എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായത്.